friends, welcome to Neethas Tasteland. നമുക്ക് ഇന്ന് ഒരു ലഡു ഉണ്ടാക്കിയാലോ? ലഡു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപാവലി ആയതുകൊണ്ടാണ് ലഡു എന്ന റെസിപ്പി ഞാൻ പ്ലാൻ ചെയ്തത്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ലഡു പോലെ അധികം ബുദ്ധിമുട്ടുള്ള ലഡു അല്ല, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ലഡുവാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള ലഡുവാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ലഡു ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു പ്രോസസ്സായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ലഡു റെസിപ്പിയാണ്. നമ്മുടെ കടലമാവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലഡു ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ലഡുവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ലഡു ഉണ്ടാക്കുമ്പോൾ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തി നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ, ഇപ്പൊ ലഡു ഉരുട്ടിയെടുക്കുക എന്നുള്ള പ്രോസസ്സൊക്കെ കുട്ടികളെയും കൂടെ കൂട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കും ഇത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മുടെ ജോലി കുറച്ചുകൂടി എളുപ്പമാവുകയും ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇതിലൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വലിയ ടഫായിട്ടുള്ള പ്രോസസ്സ് ഒന്നല്ല, ഈസിയാണ്. പക്ഷെ കുറച്ച് സമയം ക്ഷമ വേണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ഷമയോടുകൂടി നമ്മുടെ കടലമാവ് കൊണ്ടുള്ള ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള ലഡു ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ കടലമാവ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പഞ്ചസാര, റവ, ആൽമണ്ട്സ്, ഏലക്ക, നെയ്യ്. ഇതിലിപ്പോ നമ്മള് 1.5 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. മെഷറിംഗ് കപ്പില് 1.5 കപ്പ്. ഞാനിവിടെ 240 ml കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ പലരും കമന്റ്സിൽ ചോദിക്കാറുണ്ട് കപ്പില് ഉള്ള അളവുകൾ ഗ്ലാസ്സിലാക്കി തരാമോ എന്ന് വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ വീട്ടില് ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ഗ്ലാസിന്റെ അളവ് കണക്കാക്കി, 1 കപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് ആ ഒരു ഗ്ലാസിന്റെ അളവ് കണക്കാക്കിയിട്ട് 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 1/2 ഗ്ലാസ്, 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 1/4 ഗ്ലാസ്, ആ രീതിയിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ മെഷറിംഗ് കപ്പ് വാങ്ങിക്കേണ്ടി വരും. മെഷറിംഗ് കപ്പ് വാങ്ങിക്കുന്നതിനേക്കാൾ ഈസി നമുക്കിപ്പോ നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ്സുകൾ തന്നെ ഒരു മെഷറിംഗ് ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ 1.5 കപ്പ് കടലമാവ് എടുത്തപ്പോ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ കടലമാവ് അളന്നെടുക്കുന്നത് ആ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് കടലമാവ് എടുക്കുമ്പോൾ 3/4 ഗ്ലാസ് പഞ്ചസാര, 1/4 ഗ്ലാസ് റവ. ഇത്രയുള്ള വ്യത്യാസം. ഗ്ലാസും കപ്പും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് നെയ്യാണ്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ മെഷറിംഗ് കപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന്, കടലമാവ് എടുക്കുന്ന പാത്രത്തില് പകുതി നെയ്യ് എടുക്കുക. 1 ഗ്ലാസ് കടലമാവിന്റെ ആ 1 ഗ്ലാസ് ആണെങ്കിൽ അതിൽ 1/2 ഗ്ലാസ് നെയ്യ് എടുക്കുക. അത്രയുള്ള വ്യത്യാസം, അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും അല്ല ഇത്. അപ്പൊ നമുക്കിനി ലഡുവിന്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഇപ്പോ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം പാനിലേക്ക് നെയ്യ് ഒഴിക്കാൻ പോവാണ്. ഞാൻ നമ്മുടെ മെഷറിംഗ് കപ്പിന് 1/2 കപ്പ് നെയ്യാണ് ഒഴിക്കുന്നത്. ഈ നെയ്യിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മള് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി കടലമാവും നെയ്യും തമ്മിൽ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഈ ഒരു ലഡുവിന്റെ പ്രിപ്പറേഷനിൽ കുറച്ച് ടഫായിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഈ ഇളക്കി മിക്സ് ചെയ്ത് കടലമാവ് കറക്റ്റ് ആയിട്ട് നെയ്യായിട്ട് മിക്സ് ആയി വരുന്ന ഒരു സമയമാണ്. ഇപ്പൊ നമ്മുടെ ബൂന്തി ലഡു വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ലഡു ഉണ്ടാക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. ഇതിപ്പോ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേഗം തന്നെ മിക്സ് ആയതായിട്ട് മനസ്സിലാവുന്നത് വെച്ചാൽ വേഗം മിക്സ് ആയില്ല, അധികം സമയം എടുക്കണ്ട, നമ്മൾ ഇളക്കുമ്പോൾ തന്നെ മിക്സ് ആയി. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടലമാവ് ഈ നെയ്യിൽ നന്നായി കുക്കായി സോഫ്റ്റ് ആയി വരണം. അത്രയും സമയം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഏകദേശം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കുക. കുക്കിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കരുത്. അതാണ് ഇതിലുള്ള ഒരു വ്യത്യാസമുള്ളത്. മറ്റേ ബൂന്തി ലഡു ആണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. വേഗം തന്നെ വെച്ചാൽ ഷുഗർ സിറപ്പ് നമ്മുടെ ആ ബൂന്തിയിലേക്ക് ഒന്ന് അബ്സോർബ് ആവാനുള്ള ഒരു ടൈം കൊടുത്തതിന് ശേഷം നമുക്ക് വേഗം ഉരുട്ടിയെടുക്കാം. പക്ഷെ ബൂന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കുറച്ച് സമയം എടുക്കും. അതുപോലെ തന്നെ 2-3 പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകണം. ഇതാകുമ്പോൾ നമുക്ക് 2 പാത്രങ്ങൾ മാത്രം കഴുകിയാൽ മതി. ഈ മിക്സ് ചെയ്യുന്ന ഒരു പാത്രം, അതുപോലെ തന്നെ നമ്മുടെ ഒരു ബൗളിലേക്ക് നമ്മൾ മിക്സ് എടുത്ത് വെക്കൂല, അതും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ലഡു ഉണ്ടാക്കൽ വളരെ ഈസിയാണ്. അപ്പോൾ മധുരം ഇഷ്ടമുള്ള ആളുകൾക്ക് ട്രൈ ചെയ്യാവുന്ന റെസിപ്പിയാണ്.
ഈ ഒരു റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ചില റെസിപ്പികളിൽ ഞാൻ പറയാറുണ്ട് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഇപ്പോൾ നമ്മുടെ ഇരുമ്പ് ചട്ടിയാണെങ്കിലോ അല്ലാന്നുണ്ടെങ്കിലോ നമ്മുടെ കറികളാണെങ്കിലോ മൺചട്ടിയിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയാറുണ്ട്. പക്ഷെ ചില റെസിപ്പികൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്ന അത്രയും നല്ല കാര്യം വേറെ ഒന്നുമില്ല. അത് ചില റെസിപ്പികൾക്ക് നമ്മുടെ നാടൻ കറികളൊക്കെ ചെയ്യുമ്പോൾ മൺചട്ടിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ദീപാവലി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു മധുരം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വേഗം പ്ലാൻ ചെയ്ത റെസിപ്പിയാണ്. എന്താന്ന് വെച്ചാൽ എനിക്ക് വേറെ 1-2 റെസിപ്പിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല അതൊന്നും ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നൊരു ഈസി ആയിട്ടുള്ള ലഡു ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് മാത്രമല്ല മധുരപ്രിയർക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു ലഡു. നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ആ സ്മെല്ലിൽ മനസ്സിലാവും കടലമാവ് കുക്കായോ ഇല്ലയോ എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ കടലമാവിന്റെ ആ ഒരു സ്മെല്ല് മാറി മാറി വരുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. അത് നിങ്ങൾ 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ കേട്ടോ ഇത് ഞാൻ പറഞ്ഞത്. ഇതിന് മുന്നേ ഈ ലഡു ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം കറക്റ്റായിട്ടും എപ്പോഴാണ് കുക്കാവാന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ടൈമും പറഞ്ഞത്. ഇപ്പോൾ നമ്മള് 20 മിനിറ്റായി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടലമാവിന്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോ ഒരു പ്രാവശ്യം റോസ്റ്റ് ചെയ്തിട്ടുള്ള റവ ഉണ്ടല്ലോ, നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുമ്പോൾ തന്നെ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന റവയാണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ റവ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചിട്ട് ഒന്നുകൂടി റോസ്റ്റ് ചെയ്യുമല്ലോ, അതുപോലെ രണ്ടാമത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി റവയിലേക്ക് നന്നായിട്ട് നെയ്യൊക്കെ പിടിച്ച് റവ കുക്കായി വരണം. അതുവരെ നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഇളക്കൽ എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ 2 പേരുള്ളതാണെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ 2 പേരുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒരാൾ ഇളക്കുക, അടുത്ത കുറച്ച് സമയം, അങ്ങനെ 2 പേർക്ക് മാറി മാറി ഇളക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ കുറച്ച് മടി വരും. പിന്നെ കുക്കിങ്ങിന് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ അവർ മടി വരില്ല കേട്ടോ. ചില ആളുകൾക്ക് എല്ലാം കാണാൻ ഇഷ്ടമായിരിക്കും, കുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ടല്ലോ. കൂടുതലും കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല പൊതുവെ ആളുകളുടെ മൈൻഡ് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് വരുന്ന കമന്റ്സ് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് കുക്കിങ്ങിനോട് താല്പര്യമുള്ള ആളുകൾ കുറെ ഉണ്ടെന്നുള്ളതാണ്. ഇനി ഞാനിത് നേരത്തെ നമ്മൾ കടലമാവ് ഇളക്കിയതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. റവയും കുക്കായി വരട്ടെ കറക്റ്റായിട്ട്. ഇപ്പോൾ നമ്മുടെ റവ ചേർത്തിട്ട് 8 മിനിറ്റായി ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ടോട്ടൽ നമ്മൾ കുക്ക് ചെയ്തത് 28 മിനിറ്റാണ് കടലമാവും റവയും എല്ലാം ചേർത്തിട്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഞാനിതൊരു കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷമേ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ചൂടോടുകൂടി ചേർത്താൽ കുഴപ്പമില്ല, പക്ഷെ ലഡുവിന്റെ ആ ഒരു കൺസിസ്റ്റൻസി കുറച്ച് വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മളൊന്ന് ചൂട് കുറഞ്ഞിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഏലക്കയും പഞ്ചസാരയും ചേർത്ത് ഒരുമിച്ച് തന്നെ മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് നമ്മുടെ ലഡുവിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആൽമണ്ട്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ചൂട് മാറി വരട്ടെ. ഇനി ഇപ്പൊ നമ്മുടെ ലഡുവിന്റെ മിക്സ് നമ്മളിതാ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ചെറുതായിട്ട് ചൂട് കുറഞ്ഞു വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ചൂടങ്ങ് മാറിയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. അപ്പൊ പഞ്ചസാര പൊടിക്കാതെയും ചേർക്കാം കേട്ടോ. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കണമെന്നില്ല. പിന്നെ ഞാൻ ആ ഏലക്കയുടെ ഫ്ലേവർ ലഡുവിൽ എല്ലായിടത്തേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും ഏലക്കയും ചേർത്ത് പൊടിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ വേഗം തന്നെ ഈ മിക്സിന്റെ ചൂട് മാറി വരും. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് അരിച്ച് ചേർക്കാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കയുടെ ആ ഒരു തരികളൊന്നും വീഴണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അരിച്ച് ചേർക്കുന്നത്. അപ്പൊ നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ആൽമണ്ട്സ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അളവ് ചേർക്കാം കേട്ടോ. ഇത്ര അളവേ പാടുള്ളൂ എന്നൊന്നുമില്ല. ഞാനിപ്പോ ഒരു 6-7 ആൽമണ്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി നമുക്കിതൊന്ന് പതുക്കെ മിക്സ് ചെയ്യാം. ചെറിയ ചൂടുണ്ടാവണം കേട്ടോ ഈ ലഡുവിന്റെ മിക്സിന്, എങ്കിലേ കറക്റ്റ് ആയിട്ട് പഞ്ചസാര മിക്സ് ആയി കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ വേഗം തന്നെ മിക്സ് ആയി കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും പഞ്ചസാര മിക്സ് ആയി കിട്ടാൻ. ചെറിയ ചൂടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും.
ഇപ്പോൾ നമ്മൾ നമ്മുടെ ലഡുവിന്റെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടി തുടങ്ങാം. ഇത് ഉരുട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുട്ടി തുടങ്ങാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് നന്നായിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏത് വലിപ്പത്തിലുള്ള ലഡു വേണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഉരുട്ടിയെടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ ബലത്തിൽ ഉരുട്ടിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ലഡു നന്നായിട്ട് ഉറച്ചു കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ലഡു സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, കറക്റ്റ് ആയിട്ട് ഉറച്ചു കിട്ടില്ല. അത് തൊട്ട് കഴിയുമ്പോൾ അപ്പോൾ തന്നെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് ബലം കൊടുത്ത് ഉരുട്ടുക. കണ്ടോ, നമ്മുടെ ഒരു ലഡു റെഡിയായി. ഞാനിതിപ്പോ ഒരു പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. ഇതുപോലെ നമുക്ക് അടുത്ത ലഡു ഉരുട്ടാം. അപ്പോൾ ലഡു മിക്സ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ബലത്തില് മിക്സ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. എടുക്കുന്ന മിക്സ് നന്നായി ബലത്തിൽ തന്നെ ഉരുട്ടുക. അത് മാത്രമേ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ലഡു പോലെ തന്നെ, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ബൂന്തി ലഡു ആണെങ്കിൽ പിന്നെ നമ്മൾ അതിനുള്ളിലേക്ക് നമ്മുടെ മുന്തിരിയും കാഷ്യൂനട്ടും ഒക്കെ വെക്കുമ്പോൾ പൊട്ടി വരും. ഇതാവുമ്പോൾ ഇതുപോലെ ബലം കൊടുത്ത് ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടി പോവില്ല. പിന്നെ നമ്മൾ കയ്യിൽ നെയ്യൊന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ. നെയ്യ് ആവശ്യത്തിന് നമ്മൾ ലഡുവിന്റെ മിക്സിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിൽ നെയ്യൊന്നും തടവാതെ തന്നെ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. അപ്പൊ നമ്മുടെ അടുത്ത ലഡുവും റെഡിയായി. ഇതുപോലെ ഞാൻ എല്ലാ ലഡുവും കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കട്ടെ. ഇപ്പൊ നമ്മുടെ ലഡു എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലഡുവിലേക്ക് ആൽമണ്ട്സിന്റെ പീസ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇതിപ്പോ ഗാർണിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ലഡുവിന്റെ ഉള്ളിൽ ആൽമണ്ട്സിന്റെ പീസ് ഇട്ടിട്ടുണ്ടല്ലോ ആദ്യമേ മിക്സ് ചെയ്തപ്പോ. അപ്പോ ഓപ്ഷനിലാണിത്. ഞാനിപ്പോ ജസ്റ്റ് ഫോട്ടോയിൽ ഭംഗി ഉണ്ടാവാൻ വേണ്ടി മാത്രം വയ്ക്കുന്നേ ഉള്ളൂ. എല്ലാവരും ദീപാവലിയൊക്കെ ആയിട്ട് കുട്ടികൾക്കും അതുപോലെ വീട്ടിലെല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ലഡു റെഡിയാക്കി കൊടുത്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ. നമുക്ക് ആ ഒരു കുക്കിംഗ് ടൈം അരമണിക്കൂർ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ടൈം പറഞ്ഞിരുന്നു 28 മിനിറ്റ്. ആ 28 മിനിറ്റ് കുക്കിംഗ് ടൈം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുട്ടികളെയും കൂടി കൂട്ടിയിട്ടാണെങ്കിലും ലഡു ഉരുട്ടി എടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കാണെങ്കിലും കുറച്ചൊക്കെ ഉരുട്ടി തരാം. പിന്നെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഉരുട്ടല് അമ്മമാര് ഉരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.